വടക്കൻ ഗാസയിലെ ജബാലിയയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ ഹമാസ് പിടികൂടി. വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജബാലിയയിൽ ടണലിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിടികൂടുന്ന ദൃശ്യവും ഹമാസ് പുറത്തുവിട്ടു. അതേസമയം വാർത്ത നിഷേധിച്ച് ഇസ്രായേൽ രംഗത്ത് എത്തി. വടക്കൻ ഗാസ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈനികരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ഇസ്രായേൽ സേനയുമായി നേർക്കുനേർ നിന്നായിരുന്നു ഹമാസിന്റെ പോരാട്ടം. ഇസ്രായേൽ സൈനികർക്ക് കാര്യമായി പരിക്കുണ്ട്. എല്ലാവരെയും പിടികൂടുകയും ചെയ്തു. സൈനികരിൽ ഒരാളെ തുരങ്കത്തിനുള്ളിൽ വലിച്ചു കൊണ്ടുപോകുന്നതിനൊപ്പം മറ്റൊരു സൈനികർക്ക് പരിക്കേറ്റ് കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ വീഡിയോ പുറത്തു വന്നിട്ടും നിഷേധിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്നാൽ വീഡിയോയുടെ ആധികാരികതയെപ്പറ്റി സേന പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഗാസയിൽ വെടിനിർത്തലിനായി ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഗാസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറും നെതന്യാഹുവിന്റെ രാജിയും ആവശ്യപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളിൽ വൻ പ്രക്ഷോഭം തുടരുകയാണ്. അതേസമയം ഗാസയിൽ കൊടും ക്രൂരത തുടരുകയാണ്. ഇസ്രായേൽ ജബാലിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു. അൽ നസ്ല സ്കൂളിലാണ് ബോംബിട്ടത്. അഭയാർത്ഥികൾക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 5 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ 46 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം 35,903 ആയി. അതേസമയം ഗാസയിൽ ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോ പങ്കുവച്ച് ഇസ്രായേലി സൈനികർ രംഗത്തെത്തിയിരുന്നു. വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി. ഇസ്രായേലി സൈനികൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവച്ചത്. 3 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സൈനിക വേഷത്തിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന സൈനികനെ കാണാം. തുടർന്ന് തന്റെ കൈവശമുള്ള ഖുറാൻ ഇയാൾ തീയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു. സൈനികന്റെ പെരുമാറ്റം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഇസ്രായേലി സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. IDF എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. കൂടാതെ ഇത്തരം പെരുമാറ്റ രീതികളെ അപലപിക്കുകയും ചെയ്യുന്നു. സംഭവത്തെക്കുറിച്ച് IDF അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൈനികന്റെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉയരുന്നത്. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. ഇതാണ് ജനാധിപത്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിലെ പെരുമാറ്റവും ധാർമ്മികതയുമെന്ന് ഒരാൾ എക്സിൽ കുറിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈനികർ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുന്നത് വീഡിയോയിൽ കാണാം. വീഡിയോയുടെ ആധികാരികത ഇസ്രായേലി അധിനിവേശ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനുഷ്യത്വത്തോടുള്ള അധിനിവേശത്തിന്റെ നഗ്നമായ അനാദരവിന്റെ വിശ്വാസങ്ങളെ ആക്രമിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് മറ്റൊരാൾ കുറിച്ചു. ഗാസയിലെ അക്സ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിക്ക് ഇസ്രായേലി സൈനികൻ തീയിടുന്ന ചിത്രവും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഗാസയിൽ തുടരുന്നത്. വിശ്വാസ ലംഘനങ്ങൾ നടത്തുകയും നിരവധി പള്ളികൾ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു. കൂടാതെ പുണ്യകേന്ദ്രമായ മസ്ജിദിൽ അക്സയിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തു. ഇവിടേക്ക് വരുന്ന വിശ്വാസികൾക്ക് നേരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തിൽ 100 കണക്കിന് പള്ളികൾ പൂർണ്ണമായും തകർന്നതായി ഗാസയിലെ എൻഡോമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.